ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രൈസസും അല്ലേ യേശുവിന് തന്നെ ആയിരിക്കട്ടെ. പ്രിയ മക്കൾ എന്ന പോലെ നമ്മൾ ദൈവത്തെ അനുകരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, ദൈവം സ്പിരിറ്റാണ്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ. ദൈവം സ്പിരിറ്റാണ്. ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുന്നത് സ്പിരിറ്റിലും സത്യത്തിലും ആത്മാവിലും വർഷിപ്പ് ചെയ്യുന്നവർ ആയിരിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പിരിറ്റ് ആയിരിക്കും ദൈവത്തെ നമുക്ക് അറിയത്തില്ല, കാണാൻ പറ്റത്തില്ല. പക്ഷേ കാണാൻ പറ്റുന്ന ഒരാളുണ്ട് അല്ലെ. ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ എന്താ പറയുക, എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമേജ് യേശു ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ദൈവം മനുഷ്യ രൂപത്തിൽ വന്നതാണ് യേശു ക്രിസ്തു. അപ്പൊ ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് യേശു ക്രിസ്തുവിനെ അനുകരിക്കുക എന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിലുള്ള ഭാവം അല്ലെ, യേശുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. യേശു പിതാവിന്റെ കയ്യിലേക്ക് തന്നെ സബ്മിറ്റ് ചെയ്തിരുന്നു. യേശു താൻ പിതാവിന്റെ ഒപ്പമാണെങ്കിൽ പോലും, പിതാവ് തന്നെയാണ് മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നതെങ്കിൽ പോലും അല്ലെ, ആ മനുഷ്യ രൂപത്തിലേക്ക് ഈ ലോകത്തിലേക്ക് വന്നിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ, തന്നെ ദൈവത്തിന്റെ കാൽക്കീഴിൽ അർപ്പിക്കാൻ കാണിച്ചൊരു മനസ്സ്, ആ ഒരു മനസ്സ് നമ്മളിലും ഉണ്ടാകട്ടെ എന്നാണ് പിതാവ് നമ്മോട് പറയുന്നത്. അല്ലെ, സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ എന്താ പറയുക, ബില്ല് അല്ലെ, ദൈവത്തിന്റെ തീരുമാനം അല്ലെ നമ്മളെ പറ്റിയുള്ളത് അതാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അല്ലെ, നമ്മളുടെ മുകളിലുള്ള അതോറിറ്റികളോടും അങ്ങനെ നമ്മുടെ മുകളിലുള്ള നമ്മുടെ ബോസുമാരോടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പിതാവിന്റെ കയ്യിലേക്കാണ് അല്ലെ, നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേക്കാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കൊന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ് ഗോഡ്. അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു. കർത്താവെ, ലോർഡ് ഫാദർ ഗോഡ്, അങ്ങക്ക് ഞങ്ങൾ റൈച്ചസ്നെസ്, പാത്ത് ഓഫ് റൈച്ചസ്നെസ്, കർത്താവെ നീതിയുടെ വഴി കൂടെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. താങ്ക് യു ജീസസ് മസ്റ്റ്. ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ പാതിലെ വെളിച്ചമാകുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, എൻട്രൻസ് ഓഫ് അങ്ങയുടെ വേർഡ് കർത്താവ്, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങയുടെ വേർഡ് വരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഉള്ളിലും പ്രകാശപൂർണ്ണമാകുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓ ലോർഡ് ഫാദർ, വചനം ഞങ്ങൾക്ക് ഈസിയാക്കി തന്നെ അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാം തന്നെ ആമേൻ. ഇന്ന് നമുക്ക് യേശുവിനെ പറ്റി സംസാരിക്കുക, യേശുവിന്റെ സ്വഭാവത്തെ പറ്റി. യേശുവിന്റെ സ്വഭാവത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുവിനെ അനുകരിക്കുകയാണെന്നാണ് ദൈവം പറയുന്നത്. പോള് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നില്ല കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക അല്ലെ. ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുക അല്ലെ. അനുഗ്രഹിക്കുക എന്നുള്ള അനുകരിക്കുക, എന്താ പറയാ, ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്നത്, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തികള, ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു അല്ലെ ഈ ലോകത്തിലേക്ക് വരേണ്ട കാര്യം യേശുവിന് ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് വേണ്ടിയാണ് വന്നത്, നമ്മളുടെ പാപം നിമിത്തമാണ് വന്നത്. പിതാവ് നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് പാപമൊന്നും ഇല്ലാതെ സൃഷ്ടിച്ച വ്യക്തികള് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം പോയിട്ട് പാപമായിട്ട് വന്നതിന് ശേഷം ദൈവം വീണുപോയ ജനതയെ, വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അല്ലെ. അപ്പോ ആ രക്ഷകനെ, ആ സൃഷ്ടാവായ ദൈവം, യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവം എന്ന് വിചാരിച്ചോണം. സൃഷ്ടാവായ ദൈവത്തിനെ മഹാമോശപ്പെട്ട രീതിയിൽ ഇൻസൾട്ട് ചെയ്യുകയും അടിക്കുകയും എന്താ പറയാ, മനുഷ്യന് കണ്ടു കഴിഞ്ഞാല് മനസ്സിലാകാത്ത രീതിയിലേക്ക് യേശുക്രിസ്തുവിനെ അവരാക്കി തീർത്തിരുന്നു അല്ലെ. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത് അല്ലെ. പിതാവിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്റെ ക്രോസ് ഓഫ് കാൽവരിയിൽ തളയ്ക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിനു മുമ്പും യേശു നമുക്കറിയാം, പീലാത്തോസിന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അല്ലെ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അല്ലെ. എന്തോ സൈലന്റ് ആണ് അവിടെ. തന്നെ സ്വന്തമായിട്ട് തന്റെ മനസ്സോടുകൂടി തന്നെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് യേശുക്രിസ്തു അവിടെ എടുത്തത് അല്ലെ. അപ്പൊ ഇവിടെ മാർക്കോസിൽ നിന്നാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്.
മാർക്കോസിന്റെ 15:1-5 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഉടനെ അതികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘം ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചാൽ ഞാൻ ആകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ ഏറിയോന്നു കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, ഒരുത്തരവും പറയുന്നില്ലയോ? നീ ഒരുത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉത്തരം ഒന്നും പറയാകയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അല്ലെ, അപ്പൊ ഇത് നമുക്കറിയാം, പൈലറ്റിന് മുമ്പിൽ, പീലാത്തോസിന് മുമ്പിൽ യേശു ക്രിസ്തുവിനെ കൊണ്ടിരുന്ന കാര്യമാണ്. അല്ലെ, അപ്പൊ തനിക്ക് ആവശ്യമുള്ള കാര്യം, താൻ പറയേണ്ട കാര്യം മാത്രമേ യേശു ക്രിസ്തു പറയുന്നുള്ളൂ. അല്ലെ, നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് ചെയ്യും അതെ എന്ന് പറഞ്ഞു. ബാക്കി ഇവര് എന്താ പറയാ, മോശപ്പെട്ട രീതിയിലല്ല, ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരു കുറ്റം പോലും ചെയ്യാത്ത ഇരിക്കുന്ന യേശു ക്രിസ്തു ഒരു പാവം പോലും നമ്മുടെ ദൈവം ചെയ്തിട്ടില്ല. അല്ലെ, എന്നിട്ടും കൂടെ അല്ലെ ആവശ്യമില്ലാത്ത രീതിയിൽ ബ്ലാസ്ഫമി ചെയ്യുന്നത്, ദൈവദോഷം പറയുവാണ് പരീശന്മാരും ശാസ്ത്രന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ, അവര് മഹാപുരോഹിതൻ, ദൈവത്തിന്റെ പുരോഹിതനാന്ന് പറഞ്ഞുകൊണ്ട്, ആരന്റെ വർഗത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന വ്യക്തികള് പറഞ്ഞത് മൊത്തം ദൈവത്തിനെതിരായിട്ടാണ്. പക്ഷെ എന്നും കുട്ടും കൂടെ ഒരക്ഷരം പോലും ഇടാതെ നമ്മുടെ യേശു ക്രിസ്തു, നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ, നമ്മുടെ ലോർഡ്, നമ്മുടെ മാസ്റ്റർ, അല്ലെ, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ പിതാവ് ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് വെച്ചാൽ തന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കൈകളിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെ, അടിയറവ് വെച്ചിരിക്കുകയാണ്. അല്ലെ, പിന്നെ ഇതേ ചാപ്റ്റർ തന്നെ മുമ്പോട്ട് പോകുമ്പോ 16-ാമത്തെ വാക്കില് 16-20 വരെ നമുക്കറിയാൻ പറ്റും. റോമൻ സോൾജിയേഴ്സ്, അല്ലെ, പടയാളികൾ അവനെ ആസ്ഥാന മണ്ഡപത്തിൽ കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചു കൂട്ടി അവന്റെ അവനെ രക്താംബരം ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടവും മെടഞ്ഞ് അവനെ ചൂടിച്ച് യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു, അവനെ തൊപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. എന്നിട്ട് പോലും ഒരക്ഷരം പോലും ഒരക്ഷരം പോലും തിരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റോപ്പ് എന്നൊരു വാക്ക് പോലും യേശു ക്രിസ്തു പറയുന്നില്ല. അദ്ദേഹം തന്റെ വാ തുറന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, നമ്മളെ സൃഷ്ടാവായ ദൈവം വാ തുറന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ വർഗം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയേനെ. ഇനി വാ തുറഞ്ഞു ഒരു വാക്ക് പോലും പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവർക്ക് വേണ്ടി മരിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ മനുഷ്യ വർഗം കംപ്ലീറ്റ് നശിച്ചു പോയേനെ. എന്നിരുന്നിട്ട് കൊണ്ട് പിതാവിന്റെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലെ, ഒന്നും മിണ്ടാതെ ഒരു വളരെയധികം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നത്, അല്ലെ, നമ്മൾ കാണുന്ന അതേ ദൈവത്തെ നമ്മൾ അനുകരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ പത്രോസിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ ചാപ്റ്ററിൽ 21-23 വരെയുള്ള വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിനാലായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യേശു ക്രിസ്തു തന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ നമ്മൾക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾക്ക് വേണ്ടി തന്നിട്ട് പോയിരിക്കുന്നു. അല്ലെ, അവനാണ് നമ്മളുടെ എക്സാമ്പിൾ. അവൻ എന്താണ് ചെയ്ത് അതാണ് നമ്മളുടെ എക്സാമ്പിൾ. അല്ലെ, തന്റെ പിതാവിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുകയാ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 22-23 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയും ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവൻകൾ കാര്യം ഫലമേൽപ്പിക്കുക എത്ര ചെയ്ത്, തന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടും, അല്ലെ, തന്നെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും മനുഷ്യവർഗത്തിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാതെ, തന്റെ വായെന്ന് തുറക്കുക പോലും ചെയ്യാതെ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നു വെച്ചാൽ തന്നെ സ്വന്തം പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, അതാണ് ദൈവത്തിന്റെ തീരുമാനം. നമ്മളെ പറ്റും ബില്ല് എന്ന് ദൈവത്തിന്റെ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ്, അല്ലെ, നമ്മളെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യത്തിനല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ന്യായമായിട്ടുള്ള കാര്യത്തിനല്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇപ്പൊ അനുഭവിച്ചു കൂട്ടിയത് മൊത്തം, നമ്മളിപ്പോ വായിച്ച കാര്യങ്ങൾ അനുഭവിച്ചു കൂട്ടിയത് മൊത്തം നമ്മുടെ കണ്ണോട് നോക്കുമ്പോൾ അത് ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയുള്ള കാര്യമല്ല. അല്ലാതെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. യേശു ഇത് അനുഭവിക്കേണ്ട കാര്യം യേശുവിന് ഉണ്ടായിരുന്നില്ല. ഒന്ന് വിചാരിച്ചു നോക്കുക, അല്ലെ, നമ്മൾക്ക് ഇത് ന്യായമായിട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ പിതാവ് ആ റൂട്ടാണ് എടുക്കാൻ തീരുമാനിച്ചത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരിക്കൽ പോലും അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഒരു മനുഷ്യനെ പോലും നഷ്ടപ്പെട്ടു പോകുന്നു. തന്റെ സൃഷ്ടിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ദൈവം തന്റെ പുത്രനെ ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്ത ദൈവം, അല്ലെ? അതിനെവിടെയാണ് ഈ ന്യായം ഇരിക്കുന്നത്? പാപം ചെയ്തോൾ മരിച്ചേ പറ്റത്തുള്ളൂ, പാപത്തിന്റെ ഫലം മരണമാണ്. അങ്ങനെയാകുമ്പോ മനുഷ്യവർഗം മരിക്കാൻ എന്നാ അർഹതയായുള്ളവർ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യായം. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ന്യായം ഇതാ, അല്ല, ഞാൻ എന്റെ സൃഷ്ടിയെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, അതുകൊണ്ട് എന്റെ മകനെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി ബലിയാകട്ടെ, അല്ലെ? അങ്ങനെ ഞാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ ന്യായം, അല്ലെ? ആ ഒരു ന്യായം ദൈവം പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ജീവനോടെ ഇരിക്കുന്നത്, അല്ലെ? ഇന്ന് നമ്മൾക്ക് ജീവിതമുള്ളതിന്റെ കാര്യം യേശുക്രിസ്തു തനിക്ക് തന്നെ ബലിയാക്കിയത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം ആ ഒരു ഭാവം നമ്മളിലും ഉണ്ടാകട്ടെ എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ പത്രോസിന് ഒന്നാമത്തെ പത്രോസിന് 2ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെയാണ് പത്രോസ് വഴി, അല്ലെ, പീറ്റർ വഴി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാ, സെർവന്റുമാരായിരിക്കുന്നവരോട് പറയുക, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ യജമാനന്മാരുടെ കയ്യിലേക്ക്. അവര് നല്ലവരാണെങ്കിലും കാഠിന്യമുള്ളവരാണ്, ചീത്തയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുവാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും, അല്ലെ? അത് തന്നെയാണ് ദൈവം എപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെ? നമ്മളെ തന്നെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെ? നമ്മളുടെ ബോസുമാരിലെ ദൈവം എന്താ പറയാ തീരുമാനിക്കുന്നതാണ് ആരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹസ്ബൻഡുമാര്, അല്ലെ, അവരോട് എന്താ സ്ത്രീകളോട് ദൈവം സബ്മിസീവ് ആയിരിക്കുക തന്റെ ഹസ്ബൻഡിന്റെ കൈകളിലേക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ അതാണ് ദൈവത്തിന്റെ വഴി, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വഴി കൂടെ നമ്മള് നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോ, ദൈവം പറയുന്നത് കേൾക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ, അല്ലെ, അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെ? ഇപ്പൊ വൈഫിനോട് തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്, ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാ എന്താ പറയുക എല്ലാ ഇളയവരോടും പറയുവാണ്, മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞപ്പോ പത്രോസ് തന്നെ പത്രോസ് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 5ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ കൊള്ളുവിൻ, അല്ലെ? എല്ലാവരും തമ്മിൽ കീഴടങ്ങിക്കൊണ്ട്. അപ്പൊ വിശ്വാസികളായിട്ടുള്ള യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ തീരുമാനം, മനുഷ്യവർഗത്തെ പറ്റിയുള്ള തീരുമാനം, ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയുള്ള തീരുമാനം ഇതാണ്, എല്ലാവരും തമ്മിൽ കീഴടങ്ങി എന്താ പറയാ അത് താഴ്മ ധരിച്ചുകൊള്ളും. താഴ്മ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, അല്ലെ? അപ്പൊ നമ്മൾക്ക് താഴ്മയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കീഴടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഹമ്പിൾ ആയിക്കൊണ്ട്, നിങ്ങൾ എന്താ പറയാ താഴ്മയുള്ളവരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കീഴടങ്ങിയാൽ മറ്റുള്ളവരെ വലിയവർ എന്നുള്ളത് കണ്ടുകൊണ്ട്, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠ എന്ന് കണ്ടുകൊണ്ട് എന്താ പറയാ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുക യേശുക്രിസ്തു ചെയ്ത പോലെ, അല്ലെ? യേശുക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവം ഇങ്ങനെ പറയുമ്പോ താഴ്മയോടുകൂടി, അല്ലെ, നമ്മൾ സബ്മിസീവായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ, അല്ലെ? നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെ? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്നുള്ളതിന്റെ കാര്യം, അല്ലെ? അല്ലെങ്കിൽ ദൈവം പറയുന്നത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ദൈവം പറയുന്നത് ചെയ്യണം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, അല്ലെ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലെ? ബുദ്ധിയുള്ള ദൈവത്തിന് മാത്രമാണ്, അല്ലെ? വിസ്ഡമുള്ള ദൈവത്തിന് മാത്രമാണ്. ദൈവമാണ് എല്ലാത്തിനും സോഴ്സ്. ദൈവത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല, അല്ലെ? ദൈവം നമ്മളോട് സബ്മിസീവ് ആയിരിക്കാൻ പറയുന്നു, അല്ലെ? തങ്ങളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന്. പ്രത്യേകിച്ച് നമ്മൾ സഫർ ചെയ്യും. യേശുക്രിസ്തു സഫർ ചെയ്തു, അല്ലെ? യേശുക്രിസ്തു ഒരുപാട് അനുഭവിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് താഴ്മ ഇരിക്കാനും ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും മിക്കവാറും തന്നെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അപ്പോഴും ദൈവം നമ്മളോട് പറയുക, നിങ്ങൾ താഴ്മയുള്ളവരായിട്ട് ദൈവത്തിന്റെ കൈകളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് ദൈവം നമ്മളോട് പറയുവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുക ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, ദൈവം പറയുന്ന അനുസരിച്ച് നടക്കുമ്പോൾ അവിടെ
പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെ, സേഫ്റ്റി ഉണ്ട്, അല്ലെ. ദൈവത്തിന്റെ വഴി നടക്കുമ്പോൾ അവിടെ സേഫ്റ്റി ഉണ്ട്, ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഒരു അനർത്ഥവും നമ്മുടെ മുകളിൽ വന്നു ഭവിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങള് എന്താ പറയുക, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുക. അപ്പൊ നമ്മള് കീഴടങ്ങത്തില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയല്ല, ഞാൻ എന്റെ ഭാഗത്താണ് ശരി, അല്ലെ. ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയില്ല എന്നുള്ള കാര്യം ഒരിക്കൽ പോലും പറയുന്നില്ല. മനുഷ്യന്റെ വർഗത്തെ മനുഷ്യന്റെ സൈഡിൽ ശരിയില്ലെന്ന് ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല. എന്താ പറയുക, ദൈവം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ഭാഗത്ത് തന്നെ ശരി മൊത്തം, എന്നിട്ടും യേശുക്രിസ്തു സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളുടെ ഭാഗത്തായിരിക്കും ശരി, എന്നിട്ടും ദൈവം നമ്മളോട് പറയുക നമ്മൾ കീഴടങ്ങുക, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയും. അപ്പൊ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപക്ഷെ നമ്മളെ ദ്രോഹിച്ച ആളോട് തന്നെ നമ്മള് മിക്കവാറും തന്നെ ക്ഷമിക്കേണ്ട അവസ്ഥ വരും, അല്ലെ. അപ്പൊ ദൈവത്തിന് കീഴടങ്ങും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വഴി ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മള് ദ്രോഹിക്കുന്ന ആളോട് കൂടെ നമ്മൾ ക്ഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെ. അവിടെ ദൈവത്തിന്റെ കരുതലുണ്ട്, നമ്മളുടെ കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെ. അപ്പൊ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിശാചിന് ഒരു കാര്യം നമുക്ക് എതിരായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ യാക്കോബ് എഴുതിയ ലേഖനത്തിലേക്ക് പോകും 4-ാമത്തെ ചാപ്റ്ററിന്റെ 7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി ഒരിക്കലും പിശാചിനോട് എതിർത്ത് നിൽക്കും, അല്ലെ. അപ്പൊ ദൈവത്തിന് കീഴടങ്ങി ഇല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ അഹങ്കാരം കാണിക്കുന്നത്, അല്ലെ. ഇവിടെ 1-ാമത്തെ പത്രോസ് 5-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പൊ നമ്മള് ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളത്ര സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും എന്താ പറയുക, ഒരു ഹ്യൂമിലിറ്റി, അല്ലെ, ഒരു താഴ്മ ഉണ്ടായിരിക്കണം, അല്ലെ. നമ്മളെ ദ്രോഹിച്ച ആളോടും നമ്മൾക്ക് ക്ഷമിക്കണമെങ്കിൽ അവിടെ ഒരു താഴ്മ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ താഴ്മയോടുകൂടി പെരുമാറുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ കരുണ കൂടെ ഉണ്ടായിരിക്കും, ദൈവം കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയല്ലാത്ത വ്യക്തികളോട് വ്യക്തികൾ നിഗളികളായിരിക്കും, അവരെ ദൈവം എതിർക്കുക തന്നെ ചെയ്യും. ദൈവം എതിർത്ത് കഴിഞ്ഞാൽ, അല്ലെ, ദൈവം നമുക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ഡോറാണ് സൈറ്റന് നമ്മുടെ ജീവിതത്തിൽ അവന്റെ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ദൈവം നമ്മളോട് എന്താ പറയുക, ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളോട് ശരിക്കും പറഞ്ഞാല് ദൈവം ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ദൈവം, അല്ലെ, അങ്ങനെ ആയതുകൊണ്ടല്ല പറയുന്നത്, അല്ലെ. ഞാൻ വരയ്ക്കുന്ന വഴിയിൽ കൂടെ നടക്കണം എന്നൊരു തീരുമാനം നമ്മളെ കൊണ്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ദൈവം ആയതുകൊണ്ടല്ല പറയുന്നത്. പകരം ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾക്കുള്ളത് ഏറ്റവും വലിയൊരു സേഫ്റ്റിയാണ്, ഒരു പ്രൊട്ടക്ഷൻ, അനുഗ്രഹമാണ്, അല്ലെ. സൈറ്റനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ശരിക്കും. ദൈവത്തിന്റെ ബില്ല് നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വഴി നടക്കുമ്പോൾ സൈറ്റനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്, അല്ലെ. അവൻ ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മളെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്താ പറയുക, പിന്നെ നമ്മള് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ സൈറ്റനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് അത് വരുന്നതിൽ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് സബ്മിറ്റ് ചെയ്യുന്നു പറയുന്നതിന്റെ കാര്യം. പക്ഷെ നമ്മൾ കൊരിന്ത്യർ ചർച്ചിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ ചാപ്റ്റർ, 1-ാമത്തെ കൊരിന്ത്യന്റെ 6-ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്നത്, കൊരിന്ത്യർക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങൾ, അല്ലെ. അവര് ഒരുപാടധികം സ്പിരിച്വൽ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന ചർച്ച ആയിരുന്നെങ്കിൽ പോലും, പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ദൈവത്തിലോട്ടും വളരാത്ത വ്യക്തികളായിരുന്നു, അല്ലെ. 6-ാമത്തെ ചാപ്റ്റർ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങൾക്ക് എന്താ പറയുക, ലോ സ്യൂട്ട് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് വരെ അവര് ചെന്നിരിക്കും. അപ്പൊ പോള് ഇവരോട് ചോദിക്കുക, നിങ്ങളുടെ ഇടയ്ക്കില് ഈ കാര്യങ്ങളോ കാര്യത്തിലോ തീരുമാനമുണ്ടാക്കാൻ മാത്രം ബുദ്ധിയുള്ളവർ ആരും തന്നെ ഇല്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുവരികയും അത് എന്താ പറയുക, അവിടെ കൊണ്ട് തീർക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് എന്താ പറയുക, ഒരു തീർപ്പ് കൽപ്പിക്കാൻ മാത്രം ബുദ്ധിയുള്ള ഒരാൾ പോലും നിങ്ങൾക്കില്ല, നിങ്ങളുടെ ഇടയിലില്ല. 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, 1-ാമത്തെ കൊരിന്ത്യന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു, അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാഞ്ഞത് എന്ത്. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇടയിൽ തന്നെ പ്രശ്നങ്ങളോട് നിങ്ങളെ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ തന്നെ അത് നിങ്ങൾ ഫെയിലായിപ്പോയി, നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതിന്റെ പ്രൂഫാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതിന്റെ പ്രൂഫാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, നിങ്ങളെ ആരെങ്കിലും
ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ എന്താ പറയാ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെന്ത് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ചവറ് പോലെ എണ്ണിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം നിങ്ങൾ എന്താ പറയാ കൈക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് ഒരു മോറൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ എടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എന്നെ ഇത്രമാത്രം ദ്രോഹിച്ചു, പക്ഷെ എന്നാലും ഞാൻ ഇവർക്കെതിരായിട്ട് കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം അത് ദൈവത്തിനെതിരാണ്. എന്റെ ദൈവം എനിക്ക് ന്യായം തരട്ടെ, എന്റെ ദൈവം എനിക്ക് ന്യായമായിട്ടുള്ള കൂലി തരട്ടെ എന്നൊരു തീരുമാനം എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് പോൾ ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിചാരിച്ചു നോക്കി, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പഴി ചാരുകയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ അതവരെ എന്താ പറയാ പരാജയത്തിന്റെ ഒരു ഡോക്യുമെന്റ് ആണല്ലോ. ഇവര് പരാജയപ്പെട്ടവരാണ് എന്ന് കാണിക്കുക ചെയ്യുന്നു. അങ്ങനെയാകുമ്പോ ദൈവം ഇവിടെ പറയുമ്പോ എന്താ പറയുന്നത്, നിങ്ങള് സബ്മിസീവ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോ ദൈവം പറഞ്ഞതെന്ന് വെച്ചാൽ, യേശുക്രിസ്തു പ്രതികാരം ചെയ്യാതിരുന്ന പോലെ നിങ്ങളും പ്രതികാരം ചെയ്യാൻ പോകട്ടെ. പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാല് പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ പിശാചിന് കീ കൊടുക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ കീ അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ദേഷ്യം നമുക്ക് ഒരു പ്രാവശ്യം ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ഒരാളോട് പക തോന്നിക്കഴിഞ്ഞാല്, അല്ലെ, അത് പിന്നെ വളർന്ന് ഒരു വലിയൊരു കാട്ടുതീയായിട്ട് അങ്ങോട്ട് പടർന്ന് കത്തുമല്ലേ. ഒരു കുടുംബത്തിൽ നിന്ന് അടുത്ത കുടുംബത്തിലേക്ക് പകയങ്ങ് പകരും, അല്ലെ? പ്രശ്നങ്ങളായും അടിയായും ബഹളാവും. അങ്ങനെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. ഒരു ചെറിയൊരു തീയായിരുന്നായിരിക്കാം, ഒരു ചെറിയൊരു കാര്യമായിരുന്നായിരിക്കാം, അതൊരു പകയായിട്ട് ഊതി കത്തിച്ച് വലിയ കാട്ടുതീയായിട്ട് മാറിയിട്ട്, അല്ലെ, മനുഷ്യരെ പലരും നാശത്തിലേക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ദൈവം അതിനാണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു എങ്ങനെയായിരുന്നു തന്നെ ദ്രോഹിച്ച വ്യക്തികളുടെ മുമ്പിൽ പോലും സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട്, അല്ലെ, പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിന്നുകൊണ്ട് തലങ്ങും വിലങ്ങും കുറ്റപ്പെടുത്തുമ്പോ, ഇല്ല ഞാനിത് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് പോലും പറയാൻ തയ്യാറാകാതെ പിതാവിന്റെ കൈകളിലേക്ക് തന്നെ സ്വന്തമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെ, ഒന്നും മിണ്ടാതെ ഒരു ആട്ടുകുഞ്ഞിനെ പോലെ യേശുക്രിസ്തു നിൽക്കുമായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതാണ് നമ്മൾക്കുള്ള ഉദാഹരണം, അല്ലെ? അതായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെ? ദൈവം നമ്മളോട് പറയുക, എന്താ പറയണ, യേശുവിന് ദൈവം ന്യായം ചെയ്തു കൊടുത്തു, അല്ലെ? യേശുവിന് ദൈവം ജസ്റ്റിഫൈ ചെയ്തതുപോലെ, യേശുവിന്റെ നാമത്തെ, അല്ലെ, പേരിനെ വേറെ സകല പേരിനേക്കാളും വലുതാക്കി ഉയർത്തിയ പോലെ നമ്മുടെ രക്ഷ വരുന്ന ദൈവത്തിൽ നിന്ന്, അല്ലെ? അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊരിന്ത്യരോട് പോൾ വഴി പറയുക, നിങ്ങൾ പരാജയപ്പെട്ടു പോയി, അല്ലെ? നിങ്ങളുടെ പരാജയത്തിന്റെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ, അല്ലെ? നിങ്ങളെ തന്നെ പിശാചിന്റെ മേലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുക, അടിയുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പരാജയത്തിന്റെ എന്താ പറയുക, നിങ്ങൾ പരാജയപ്പെട്ടവരാണ് എന്ന് കാണിക്കുന്നതാണ്, അല്ലെ? അങ്ങനെയല്ല പരാജയപ്പെടുന്നത്. നമ്മള് പിശാചിന്റെ മുമ്പിൽ നമ്മൾക്ക് ജയിക്കണമെങ്കിൽ, അല്ലെ, ഈ ലോകത്തിനും പിശാചിന്റെ മുമ്പിൽ ജയിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെതിരായിട്ട് ചെയ്യുക, അല്ലെ? കാര്യങ്ങൾ അവൻ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പിശാച് നടക്കുന്നത്, അല്ലെ? എല്ലാവരും തമ്മിൽ അടി ഉണ്ടാക്കിയെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഉള്ളതാണ്, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് അവന്റെ പരിപാടി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബഹളം ഉണ്ടാക്കാൻ പോകുമ്പോ അതിന് നമ്മൾ കൂടുതൽ വളം വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഒന്ന് വിചാരിച്ചേക്കും, ഒരാൾ നമ്മളെ ദ്രോഹിച്ചു കഴിയുമ്പോ നമ്മൾ മിണ്ടാതെ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അവിടെ പിശാച പരാജയപ്പെട്ടു പോകും, നമ്മളല്ല പരാജയപ്പെട്ടു പോകുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക എന്നുള്ളതാണ് കൊരിന്ത്യൻ ചർച്ചിനോട് ദൈവം പോൾ വഴി പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക, അതാണ് യേശുക്രിസ്തു എടുത്തത്, അല്ലെ? ഒന്നും മിണ്ടാതെ തന്റെ പിതാവിനോട് സംസാരിച്ചുകൊണ്ട്, അല്ലെ? നമുക്കറിയാം യേശുക്രിസ്തു ഒരുപാട് സംസാരിക്കുമായിരുന്നു പിതാവിനോട്, അല്ലെ? അപ്പൊ തന്റെ ജീവിതത്തെ തന്നെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു ഒന്നും മിണ്ടാതെ നിന്നു, അല്ലെ? അബ്സല്യൂട്ട്ലി ഒരു കാര്യം പോലും സംസാരിക്കാതെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബ ജീവിതത്തിലും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന വ്യക്തികളായിരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, പരാജയപ്പെട്ടു പോകരുത് നമ്മൾ, അല്ലെ? ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഒരിക്കൽ പോലും പരാജയപ്പെട്ടു പോയത്. നമ്മുടെ പിതാവാണ് ദൈവം. നമ്മളെ ജയിപ്പിക്കുന്നതിനുള്ള സകല കാര്യങ്ങളുമാണ് ദൈവം പറഞ്ഞു തരുന്നത്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ പലപ്പോഴും നമുക്കറിയാം, പലരും പല രീതിയിലും ദ്രോഹിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? പല രീതിയിലും ദ്രോഹിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മള് അതേ നാണയത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക. അതാണല്ലോ ഈ ലോകത്തിന്റെ രീതി, അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക.
കൊടുക്കും. അങ്ങനെ അതേ നാണയത്തെ തിരിച്ചു കൊടുക്കാൻ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മനസ്സമാധാനമാണ്. നമ്മൾ അതേ നാണയത്തെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു ചാൻസ് കൊടുക്കുന്നു. ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ, ഒരു ദൈവത്തിന്റെ നീതി കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ഒരു ചാൻസ് കൊടുക്കുന്നില്ല ദൈവത്തിന്. അപ്പൊ അങ്ങനെയാകുമ്പോ പിന്നെ നമ്മൾ പരാജയത്തിലേക്ക് പോകത്തുള്ളൂ. വെറുതെ ദേഷ്യമായി ബഹളമായി അല്ലെ, പ്രശ്നങ്ങളായി നമ്മുടെ തല എന്താ പറയുക, പിശാച് അവൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടും. അപ്പൊ ആകെപ്പാടെ സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ തന്നെ നമ്മളെ തന്നെ മാറ്റിക്കളയും അല്ലെ. നമ്മളിപ്പോ ആരെങ്കിലും നമ്മൾ ദ്രോഹിച്ചു കഴിയുമ്പോൾ അത് ഒട്ടും തന്നെ ഈസി അല്ല നമുക്ക് എടുക്കാൻ, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. പക്ഷെ അതേ സമയത്ത് നമ്മൾ മുട്ടുകാലെ നിന്നുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ കരയുവാണെങ്കിൽ, കരയുന്ന വ്യക്തികൾക്ക് ആൻസർ ഉണ്ട് ദൈവത്തിൽ നിന്ന് അല്ലെ. കരയുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും എന്താ പറയുക മറന്നു കളയാത്ത വ്യക്തിയാണ് നമ്മുടെ ദൈവം. അപ്പൊ അവൻ നമ്മൾക്ക് വേണ്ടി പൊരുതും, അവൻ നമ്മൾക്ക് ഉള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുതരും അല്ലെ. അതിനെപ്പറ്റിയാണ് ദൈവം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മളായിട്ട് റിട്ടാലിയേറ്റ് ചെയ്യാൻ അല്ലെ, നമ്മളായിട്ട് പ്രതികാരം ചെയ്യാൻ പോകരുത്. പ്രതികാരം യഹോവയുടേതാണ്, കയ്യിലേക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതിനെപ്പറ്റി പറയുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളുടെ വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ഒന്നും തന്നെ കർത്താവ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ കർത്താവ് കംപ്ലീറ്റ് അങ്ങയുടെ കയ്യിലേക്ക് തരാൻ, കർത്താവെ അങ്ങയുടെ വഴി കൂടെ നടക്കുക, അങ്ങ് പറയുന്ന അനുസരിച്ച് നടക്കുന്ന കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മഹത്വവും പോഷി അങ്ങയുടെ നാമത്തിനുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. നീ കേട്ടെ, നന്ദി വ്യക്തി മാത്രം ഉണ്ടാകട്ടെ.